ഹരേ കൃഷ്ണ. പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളുമില്ലാത്ത ഒരു മനുഷ്യജന്മവും ഈ ഭൂമിയിലില്ല. എന്നാൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ആ പ്രതിസന്ധികളെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായാണ് കണക്കുകൂട്ടുന്നത്. എന്നാൽ മനുഷ്യരുടെ ഭാവി അവരുടെ ആഗ്രഹങ്ങളെ മാത്രമാക്കിയാണോ രൂപപ്പെടുന്നത്? ഒരിക്കലുമല്ല. ഉദാഹരണത്തിന്, ഉയർന്ന പർവ്വതത്തിന് മുകളിലേക്കായി ആദ്യമായി കയറുന്ന ഒരാൾ പർവ്വതാരോഹണത്തിന് മുൻപായി അടിവാരത്തു നിന്ന് മെനയുന്ന തന്ത്രങ്ങളാണോ അവരെ ആ പർവ്വതത്തിന് മുകളിൽ വരെ എത്തിക്കുന്നത്? അല്ല. വാസ്തവത്തിൽ അവർ ഓരോ അടി മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴും അവർ പുതിയ പ്രശ്നങ്ങളെയും പുതിയ പുതിയ തടസ്സങ്ങളെയും പലതരം അപകടങ്ങളെയും നേരിടേണ്ടതായി വരും. ഓരോ കാൽപാദം വയ്ക്കുമ്പോഴും തങ്ങളുടെ തന്ത്രങ്ങളും മാറ്റേണ്ടതായി വരാം. കാരണം മുൻകൂട്ടി കരുതിയിരുന്ന തന്ത്രങ്ങൾ അപകടങ്ങളാകാനും സാധ്യതയുണ്ട്. അവർക്ക് പർവ്വതത്തെ അധീനതയിൽ കൊണ്ടുവരാൻ കഴിയില്ല. അവർക്ക് സ്വയം പർവ്വതത്തിൻ്റെ അധീനതയിലാവുകയേ നിവർത്തിയുള്ളൂ. ജീവിതത്തിൻ്റെ കാര്യത്തിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിലെ ഒരു സന്ദർഭത്തെയോ ഒരു ആഘാതത്തെയോ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായി കാണുകയാണെങ്കിൽ, ജീവിതശരി തന്നെ തടസ്സപ്പെടുകയാണെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ സഫലമാകുവാനേ കഴിയുകയില്ല. അവർക്ക് ശാന്തിയും സുഖവും പ്രാപ്തമാക്കാനും കഴിയുകയുമില്ല. അതിനർത്ഥം ജീവിതത്തിനെ തൻ്റെ അധീനതയിലാക്കുന്നതിനേക്കാൾ സ്വയം തങ്ങളെ ജീവിതത്തിന് അനുയോജ്യരാക്കുക എന്നതല്ലേ സാഫല്യത്തിനും സുഖം പ്രാപ്തമാക്കുന്നതിനും ഏറ്റവും ഉചിതമായ മാർഗം?